ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഓണം വിഭവം അവിയലാണ് കേട്ടോ. അവിയൽ എടുത്തിട്ടുള്ളത് മുരിങ്ങക്ക, പയർ, ക്യാരറ്റ്, വെള്ളരിക്ക, പടവലങ്ങ, ഏത്തയ്ക്ക, ഉരുളക്കിഴങ്ങ്, ഇത്രയും സംഭവങ്ങളാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇനി കുറച്ചും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഒരു മൺചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ചട്ടി നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തണ്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുന്നത്. നല്ലതുപോലെ ഇത് ചട്ടിയിലേക്കൊന്ന് നിരത്തി വയ്ക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ സാധാരണ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അവിയൽ വെക്കാറുണ്ട്. ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇത് ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാം. ഏത്തയ്ക്കയുടെ തോല് ഞാൻ കളഞ്ഞിട്ടില്ല. അതിൻ്റെ ആ ഒരു വരിപ്പുണ്ടല്ലോ, അത് മാത്രം ഒന്ന് കളഞ്ഞിട്ടേ ഉള്ളൂ, അല്ലാതെ തോലൊട്ടും ചെത്തി കളഞ്ഞിട്ടില്ല. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തത്. അധികം വേവുള്ളതാണ് അടിയിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഏത്തയ്ക്കയ്ക്ക് കുറച്ച് വേവുണ്ടല്ലോ, അതുകൊണ്ട് അത് അടിയിൽ വെച്ച് കൊടുത്തു. പിന്നെ ക്യാരറ്റ്, പിന്നെ അതാ വെള്ളരിക്ക. ഇനി നമുക്ക് പടവലങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നാടൻ പടവലങ്ങി, നാടൻ വെള്ളരിക്കയൊക്കെയാണ് കേട്ടോ. ഇത് വീട്ടിലുണ്ടായത്, നമ്മുടെ വീട്ടിലുണ്ടായത് ഒരു കടയിൽ കൊണ്ടു കൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇത്. പിന്നെ ഉരുളക്കിഴങ്ങ്, പയർ, ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നാടൻ സാധനങ്ങൾ മാത്രം കൊടുക്കുന്നൊരു ഷോപ്പായിരുന്നു കേട്ടോ, അവിടെ നിന്ന് വാങ്ങിയതാണ് ഞാൻ. പിന്നെ മുരിങ്ങയ്ക്കയും പച്ചമുളകും. ഈ പച്ചമുളക് ഒട്ടും എരിവില്ലാത്ത നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പച്ചമുളകാണ്, അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത്രയെല്ലാം കൂടി നമ്മൾ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അരപ്പിന് വേണ്ടത് ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് കാന്താരി മുളക്. ഈ കാന്താരി മുളകിന് വലിയ എരിവില്ല കേട്ടോ. ഇത് കാണുന്നതൊക്കെയല്ല, എരിവ് കുറവാണ്. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളകിനും എരിവ് കുറവാണ്. പിന്നെ ഒരു 1.5 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടിയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് ഞാൻ പറഞ്ഞെങ്കിലും 2 മിനിറ്റ് ഇടവിട്ട് ഞാനത് ഇളക്കി കൊടുത്ത് വെക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒട്ടും വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടില്ല. പോരാത്തതിന് മൺചട്ടിയാണ്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് അടിയിലൊന്നും പിടിക്കാതെ കിട്ടുള്ളൂ. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ അവിയൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അപാരം തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ കറിവേപ്പില തണ്ടോട് ചേർത്തുകൊണ്ട് തന്നെ ഇപ്പോൾ അതിന് ഇലയിൽ നിന്നൊക്കെ ഊരി ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതും എടുത്ത് മാറ്റാം. ഞാൻ കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ടാണ് ഈ കറിവേപ്പിലയുടെ തണ്ട് എടുത്ത് മാറ്റുന്നത്. അതിങ്ങനെ അതിൽ കിടക്കുമ്പോൾ നമുക്കൊരു ചെറിയ പ്രശ്നം പോലെ ഉണ്ട്, തവിയിലൊക്കെ ഉടക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് കളയാം. ഇനി ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള, 2 ചെറിയ തക്കാളി, പിന്നെ ഒരു മുരിങ്ങക്ക, നേരത്തെ കാണിച്ച മുളകുണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ് അവിയൽ ചേർക്കുമ്പോൾ. അത്രയും കൂടെ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാം. ഇതിൽ മാങ്ങ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ അവിയൽ വയ്ക്കുമ്പോൾ എനിക്ക് ഓണത്തിനൊക്കെ വയ്ക്കുമ്പോൾ മാങ്ങയാണ് ഇഷ്ടം. പക്ഷേ മാങ്ങ ഉണ്ടായില്ല, പച്ചമാങ്ങ ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. അതുകൊണ്ട് തക്കാളി നമ്മൾ ലാസ്റ്റ് തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി, മുരിങ്ങക്കായ്, മുളക്, ഇത് സവോള, ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈയിൽ വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ വീണ്ടും നമ്മൾ മീഡിയത്തിലേക്ക് മാറ്റുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അടിയിൽ പിടിക്കും. മൺചട്ടിയാണ്. പിന്നെ നമ്മൾ ആ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത് കൊണ്ട് വലിയ രീതിയിൽ അടിയിൽ പിടിക്കില്ല. എങ്കിലും നമ്മൾ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്താലേ പറ്റുള്ളൂ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ വിഭവങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. പിന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. ലൈക്ക് ഒരുപാട് കുറയുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇനി വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ ചേർത്ത ഈ തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ ആ ഒരു തക്കാളി നീരിലൊക്കെ ഇരുന്ന് തന്നെ നല്ലതുപോലെ വെന്ത് വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പം നോക്കിയാൽ ഇത്രയും വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളരിക്കായും അതുപോലെ തക്കാളിയും നോക്കുന്നത് എത്ര കണ്ടോ വെള്ളം വന്നു. ഇത് മതി നമുക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഇതുകൊണ്ട് തന്നെ വെന്ത് വരും. അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഒതുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആ ആവിയിലൊക്കെ ഇരുന്ന് നല്ലതുപോലെ വെന്ത് വരും. ഒന്നുകൂടി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ ഈ പയർ ചേർക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ, ഈ ട്രിവാൻഡ്രത്ത്. പക്ഷേ എൻ്റെ വീട്ടിൽ മലപ്പുറത്ത് ഈ നീളം ഇതുപോലെ പയർ, അച്ചിങ്ങ പയർ ഒടിച്ചിട്ടാണ് ഇതുപോലെ ഒടിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത്, പണ്ടൊക്കെ ഇങ്ങനെ ഒടിച്ചൊടിച്ചായിരുന്നു എടുക്കുന്നത്. ഇപ്പോഴും ചിലരൊക്കെ ഒടിച്ചെടുക്കാറുണ്ടല്ലേ.
ഇവിടെ ചേർക്കുന്ന ഈ അമരപ്പയറുണ്ടല്ലോ അതാണ് ചേർക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നുന്നത് ഈ അച്ചിങ്ങപ്പയർ ഇങ്ങനെ ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തിരച്ച് മറിച്ച് ഇളക്കിയൊക്കെ വെച്ചിട്ട് സംഭവം ഇത് വെന്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തിലേറെ വെന്തിട്ടുണ്ട് കണ്ടോ. മുരിങ്ങക്കായൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങും എല്ലാം വെന്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നു ഇതിൻ്റെ പച്ചക്കറികൾ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അരച്ച് കൊണ്ടുവന്ന അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ഇത്ര വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മിക്സിയിൽ ഒഴിച്ചിട്ട് ആ വെള്ളമാണ്, അല്ലെങ്കിൽ ഒഴിക്കണം നിർബന്ധമില്ലായിരുന്നു. മിക്സിയിൽ കുറച്ച് അരപ്പൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഞാൻ മിക്സിയിലേക്ക് ഒരു ഒറ്റ ടീസ്പൂൺ വെള്ളമേ കാണുള്ളത് ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കണ്ടോ. ഈ സൈഡിൽ കൂടെ എല്ലാം ഇപ്പോഴും നല്ല ഈ നമ്മൾ ചേർത്ത വെള്ളവും പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളവും ഒക്കെ ആയിട്ട് ആവശ്യത്തിന് വെള്ളം ഇപ്പോഴും ഇതിലുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഒരു ചിരട്ട തവിയുടെ ഈ പിടി, നമ്മൾ തവിയുടെ കണയെന്നാണ് കേട്ടോ പറയുക, അതുകൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പം ഇതൊട്ടും പൊടിഞ്ഞു പോകാതെ എന്നാൽ അരപ്പ് നല്ലതുപോലെ മിക്സായിട്ട് കിട്ടും. അമ്മയൊക്കെ ഇതാ ഇങ്ങനെയായിരുന്നു കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതുപോലെ എനിക്കത് നല്ലൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്, നമുക്ക് ഉടഞ്ഞു പോകാതെ തന്നെ. എന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഉപ്പ് നോക്കുന്നത് കേട്ടോ. ഈ തവിയുടെ ഈ കണയിൽ നിന്ന് ഇങ്ങനെ തോണ്ടി എടുത്തിട്ടാണ് അമ്മയൊക്കെ ഉപ്പ് നോക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിന് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊരല്പം കുറവായിരുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ ഒരു 1/2 കപ്പോളം തൈര്, തെറ്റില്ലാത്ത പുളിയുണ്ട്, ഒരുപാട് പുളിയില്ല, അതുകൊണ്ട് ഒരു 1/2 കപ്പാണ് ഇത്രയും സാധനങ്ങൾക്ക് ചേർത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്നും ഒഴിച്ച് അടിച്ചെടുക്കരുത് കേട്ടോ. അല്ലാതെ നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തവിയുടെ കണ കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ വെളിച്ചെണ്ണയുടെയൊക്കെ മണം ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്കത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് അരപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ചുകൊണ്ട് തന്നെ ആവിയിലൊക്കെ ഇരുന്നിട്ട് ഈ ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് നല്ലതുപോലെ അത് അരപ്പൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച വെളുത്തുള്ളി ജീരകത്തിൻ്റെയൊക്കെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറി നന്നായിട്ട് വെന്ത് വരണമല്ലോ. ഇനി ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില വളരെ കൂടുതലാണ് ഞാൻ ചേർക്കുന്നത്, നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പില തന്നെയാണ് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ നമ്മുടെ അവിയൽ കാണാനൊക്കെ ആയിട്ട് നല്ലൊരു ചന്ത ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടോ. നമുക്കൊരു നമ്മൾ ചെയ്തതാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ടേസ്റ്റ് കുറവാണെങ്കിൽ എന്തൊക്കെയോ പോലെ തോന്നും. അതുപോലെ കാണാൻ നല്ലൊരു കളർ കിട്ടിയില്ലെങ്കിലും എന്തൊക്കെയോ ഒരു അപാകത പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതൊന്നും വന്നിട്ടില്ല. അടിപൊളിയായിട്ട് എനിക്ക് ഹാപ്പിയാണ്. ഞാൻ ലാസ്റ്റ് ഒന്ന് പുളിയൊക്കെ നമ്മൾ ചേർത്തൽ, തൈരൊക്കെ ചേർത്തൽ, പുളിപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കി എല്ലാം പെർഫെക്റ്റാണ്. ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, സന്തോഷമായി. അപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ തൈര് ചേർക്കുന്ന സമയത്ത് തന്നെ സ്റ്റൗവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. കാരണം നല്ല ചൂടാണ് നമ്മുടെ ഈ ചട്ടിക്ക്. ഞാൻ സ്റ്റൗവ് പിന്നെ ഓൺ ആക്കിയിട്ടില്ല, ഈ ചൂടിൽ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ അടിപൊളിയായിട്ട് നമ്മുടെ അവിയൽ ഇവിടെ സൂപ്പറായിട്ട് ഓണവിഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് തുറക്കാം. അപ്പോൾ ഇന്നത്തെ ഓണവിഭവം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. താങ്ക് യു.